വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് വന്ന് തമാശയായി അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിന് ആരും സങ്കടം പറയുവാൻ നിൽക്കുന്നത്. എന്നിട്ട് മരുമകൻ അവരോട് മോശമായി പെരുമാറി. അത് 3 മാസത്തിന് മുമ്പ് അവരെ പ്രാർത്ഥിച്ചു ആവശ്യം അവരെ നടത്തി. ക്ഷേത്രത്തിൽ നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊരു ക്ഷേത്രം അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രം ഞാൻ കണ്ടു. ശരിയാണ്. നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലാണ്. ദിനവും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രം. വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ മാറ്റി വിളിക്കുന്നത് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രം എന്നാണ്. അല്ലേ? സാറോട് വരുന്നു എങ്ങനെ ആദ്യമായിട്ട് വരാണോ? 4ാമത്തെ പ്രാവശ്യം. ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഈ അവർ പറയുന്ന പൂജകൾ ചെയ്താൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും, ഉറപ്പായിട്ട് നടക്കും. അതെങ്ങനെ താങ്കൾക്കറിയാം? ഒരുപാട് അനുഭവമുണ്ട്. അനുഭവ സാക്ഷികൾ ഒരുപാടുണ്ടല്ലോ. ഉണ്ട്. താങ്കൾ ഈശ്വര വിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതാണ്? ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. നമുക്കറിയാം ഇന്നൊരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമല്ല ഇന്നിവിടെ. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും അത്? ഓരോരുത്തർക്കും ഓരോ വലിയ വിശ്വാസമല്ലേ. വിശ്വാസമാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് പലപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും പിന്നെ ഈ അത്ഭുതങ്ങളും ഒക്കെ പ്രേക്ഷകരിലെത്തിച്ചു. അല്ലേ? താങ്കൾ എങ്ങനെയാണ് അറിയുന്നത്? ഈ ചാനലിൽ കൂടെ തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊരു ക്ഷേത്രം അത്ഭുതങ്ങൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രം ഞാൻ കണ്ടു. അതെ, ശരിയാണ്. അത്തരത്തിലുള്ള മറ്റ് ആൾക്കാരോട് ചോദിച്ചിരുന്നു തന്നെയെന്ന്? ശരി തന്നെയാണ്. താങ്കൾ ഉറപ്പിച്ച് പറയാൻ കഴിയും? ശരി തന്നെയാണ് അല്ലേ? എങ്ങനെയാണ് താങ്കളുടെ പേര്? പേരെങ്ങനെയാണ്? എന്റെ പേര് മോഹനൻ. മോഹനാണല്ലേ? ഞാൻ പേട്ടയെന്നാണ്. നമ്മൾ വിശ്വാസം ഇല്ലെങ്കിൽ അത്രയും ദൂരം ഇവിടം വരെ വരുമായിരുന്നു. അല്ലേ? അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലുള്ള ചൈതന്യവും പിന്നെ വിശ്വാസവുമാണ്. അമ്മ എന്താണ്, എങ്ങനെയാണ് അറിയുന്നത് ക്ഷേത്രത്തിൽ? കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് വിശ്വാസമാണോ? കണ്ണ് കാഴ്ച കിട്ടി. എങ്ങനെ കണ്ണ് അടഞ്ഞടഞ്ഞു വരണം. ഇവിടെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണോ? ആയിരുന്നു പോയിട്ട്. ഇനിയിപ്പോ എന്താണ്? കണ്ണ് കാണാം. അങ്ങനെ കണ്ണ് കാണാം. നമ്മളിവിടെ വരുന്നുണ്ട്. ചെറിയ ചെറിയ ആപത്തൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ വിളിയാക്കും. ആപത്ത് ഷർട്ട് ദൂരം കിടന്നാൽ പോലും നമ്മൾ വിളിക്കുമ്പോൾ അപ്പോഴേ നിൽക്കുകയാണ്. ആ ഷർട്ടിലങ്ങ് നിൽക്കും. അതൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നിൽക്കും. ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം 100 കണക്കിനാണ്, അല്ലെങ്കിൽ 1000 കണക്കിന്. രാവിലെ മുതൽ രാത്രി വരെ, അങ്ങ് വിദൂരങ്ങളിൽ നിന്ന് വരെ ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്താറുണ്ട്. അവർക്കൊക്കെ പറയുവാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെയാണ്. വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ വന്ന തന്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെ തടസ്സങ്ങൾ, അത് ഭഗവാന് മുന്നിൽ പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായി. അത് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒരു അമ്മ തന്റെ ദുഃഖങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ മരുമകൻ മരണപ്പെട്ടു. ആ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ച ഒരു മരുമകനായിരുന്നു. ആ മരുമകന് ഭഗവാൻ ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ പോലും, അങ്ങനെ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ പോലും നമുക്ക് വലിയ സങ്കടമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാതിരിക്കുവാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയുന്നു, ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സങ്കടം പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് വലിക്കും എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവർ തന്നോട് ചെയ്ത തെറ്റുകൾ ഒക്കെ നിങ്ങൾക്ക് പൊറുക്കുവാൻ കഴിയുമെങ്കിൽ പൊറുക്കുക. അതല്ലാതെ ഈ അമ്മയ്ക്ക് മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞാൽ ആ സങ്കടം പറയുന്നവരുടെ കാര്യം സാധിച്ചു കൊടുക്കുകയാണ് ഈ അമ്മ ചെയ്യുന്നത് എന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. എന്തായാലും ശരി, വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് വന്ന് തമാശയായി അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിന് ആരും സങ്കടം പറയുവാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഇവിടെ വന്ന വലിയൊരു സംഭവം പ്രേക്ഷകർക്ക് വലിയ ഭയത്തോട് കണ്ട ഒരു വിഷയമുണ്ട്. ഒരു അമ്മ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചോ, പൂജ ചെയ്തെന്നോ, അവരുടെ മകൻ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. മകനല്ല, മരുമകൻ.
മരുമകൻ മരണപ്പെട്ടു. മോഹൻ ഇറക്കി വിട്ടു. താങ്കളാണോ അത്തരം പൂജകൾ ചെയ്തത്? നമ്മളോട് പൂജ അവര് ഭഗവാന്റെ ഒന്ന് പ്രാർത്ഥിച്ചു, ഭഗവാൻ നേരിട്ടുള്ളൂ. എന്തായിരുന്നു ആ സംഭവം? അത് തള്ളയ്ക്ക് സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല. ഒരു മോൻ 5 സെന്റാണ്ട് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അത് മോൻ പക്ഷെ എന്തിനാ തള്ളയെ അവിടെ നിന്ന് ഇറക്കി അവിടെ താമസിക്കാക്കൂല. താങ്കൾ പറഞ്ഞു അവര് അല്ല, നമ്മളൊന്നും പറയാം. അവരിവിടെ തിരക്കി പിടിച്ച് ഇവിടെ നമുക്ക് അതിന് ജോലിയില്ലല്ലോ. നമുക്ക് ആ ജോലിയില്ലല്ലേ. അങ്ങ് കൊല്ലു കൊടുക്കുന്നതല്ല, ആരെയും ദ്രോഹിക്കുന്ന പരിപാടിയില്ല. ഭഗവാന് സത്യസന്ധമായിട്ടുള്ള പൂജ ആർക്കെങ്കിലും വന്നാൽ അവർക്ക് നിൽക്കാൻ വേണ്ടി സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും പൂജ ഉണ്ടാക്കി ചെയ്യാം. അല്ലാത്ത വേറൊരു ഇത് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. ഇത് ചാത്തനും മാടനും മറുതയും ഒന്നുമല്ല. ഇത് മഹാവിഷ്ണുവും മഹാലക്ഷ്മി ഇരിക്കുന്ന ഏക ക്ഷേത്രവും. ഇവിടെ സത്യസന്ധമായിട്ടുള്ള പൂജ, ഭഗവാന്റെ പൂജകൾ മാത്രം ആർക്കും വന്ന അവരെ അഭയത്തിന് അത് വന്ന് അവര് ഭഗവാനായിട്ട് നേരത്തെ ഭഗവാനും അവരുമായിട്ടുള്ള കേസ്. നമ്മളാരുമായിട്ടും നമ്മക്ക് അതിൽ അവര് വന്ന് അവരെ മകൻ ഇറക്കി വിട്ടു എന്ന് പറയാം. ഭഗവാന്റെ പ്രാർത്ഥിച്ചു. മകനെ ഇറക്കി വിട്ട് അവരിവിടെ വന്ന് കരയും വിളിക്കും ചെയ്ത് അങ്ങനെ അത് പറയുന്നത് മകന്റെ കേൾക്കുക. മകൻ അവരെ ഇറക്കി വിട്ട് ഇവരിവിടെ വന്ന് കരയും പറയും ചെയ്തിട്ട് കഴിയുമ്പോൾ അവന്റെ ഭർത്ത് തീപ്പൊള്ളൽ മകൻ അതേ ദിവസം തീപ്പൊള്ള വീണ് തള്ളയ്ക്ക് അതിന് വെക്കുക. എന്നിട്ട് മരുമകൻ അവരോട് മോശമായി പെരുമാറി. അത് 3 മാസത്തിന് മുമ്പേ അവരെ പ്രാർത്ഥിച്ച് ആവശ്യം അവരെ നടത്തി കൊടുത്തത്. നമ്മളുമായിട്ട് നമ്മൾ അവരിവിടെ ഒന്നായിരിക്കും അവര് വന്നാണ് പറയുന്നത്. നമുക്ക് അവരിവിടെ വന്ന് പറയുമ്പോഴേ അറിയാക്കുള്ളൂ. മനസ്സിലാക്കേണ്ട ഭഗവാന്റെ ചൈതന്യം. ആര് വന്ന് എന്ത് വിളിച്ചാലും വിളി കേൾക്കും. അതാണ് പ്രധാനം. എന്താവശ്യം പറഞ്ഞ് ഒരുത്തർ വന്ന് പറയുന്നു, ആ ആവശ്യം ഭഗവാൻ സാധിച്ചു കൊടുക്കും. അതാണ് ഇവിടുത്തെ പ്രധാനം. ഇവിടെ അങ്ങനെ ഒരു കേസേ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു മന്ത്രവാദം ചെയ്യില്ല. ലക്ഷ്മി നാരായണയ്ക്കാണ് ദുർമന്ത്രവാദം ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് അങ്ങനെ ചോദിച്ചത്? അല്ല, അത് സോഷ്യൽ മീഡിയ വന്ന് അവരെ ഭഗവാന്റെ പ്രാർത്ഥിച്ച് അതിന് കൂലി കൊടുത്തു. അതിന് ഇവിടെ ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. പറഞ്ഞാൽ അവര് വന്ന് ഭഗവാന്റെ പ്രാർത്ഥിച്ച് അവരെ സങ്കടം പറഞ്ഞു. അവൻ ചെയ്ത തെറ്റിന് കൂലി ഭഗവാൻ കൊടുത്തു. നിരവധി സ്ഥലത്തു നിന്നാണ് ഓരോരുത്തർ വരുന്നുണ്ട്. കുട്ടികളില്ലാത്തവർ ഓരോരുത്തർ വന്ന് പ്രാർത്ഥിക്കും. അവർക്ക് 3 മാസത്തിനാണ് കുട്ടികളാവുന്നത്. അവർ ആ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് തന്നെ അന്നം കുടിപ്പിക്കുന്നു. ഇവിടെ അത്ഭുതങ്ങള് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ദീപം ഉയരും. അത് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഈ ദിവസങ്ങളിൽ ഒരു ദീപം ഉയർന്ന് ഇവിടുന്ന് അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അത് പോകുമ്പോൾ റോക്കറ്റ് പോണ സൗണ്ടാണ്. അങ്ങനെ പോകും. അപ്പൊ പലവരും പല പ്രാവശ്യവും ഞാനിവിടെ വന്ന് താമസമായപ്പോൾ ഇത് ചോദിച്ചു. അപ്പം പലരും പറഞ്ഞു സ്വർണവും വൈരവും മണ്ണിനടിയിൽ കിടന്നാൽ ഇതുപോലെ പോകുന്നു അറിവുള്ളവർ പറയും. അപ്പം ഞാനതിനെ ഞാനത് തൂടോലായി വന്നപ്പോൾ ഞാൻ പോയി ഉപാനത്തെ പോയി ബാഹുലയം ചോദിച്ചു. അയാളെ പ്രൊഫസറാണ്. അയാളെ വെട്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ദൈവ ചൈതന്യം ലക്ഷ്മിയും വിഷ്ണുവും കുടികൊള്ളുന്ന മുൻപ് സമുദ്രം കയറി കിടന്ന സമയത്ത് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം വെള്ളത്തിലെ അടിയിൽപ്പെട്ട് മണ്ണിനടിയിൽ പോയി. സമുദ്രം ഇറങ്ങിപ്പോയപ്പോൾ വീണ്ടും ആ ചൈതന്യം അവിടെ ഉണ്ട്. അതിനപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിനകത്ത് ഓട്, കൽക്കരി, മണ്ണാങ്കട്ട അതും ഇതുമൊക്കെ അത്രയാണ് ഉള്ളത്. കട്ടയുടെ അംശം, ഓടിന്റെ അംശം, പഴയ ക്ഷേത്രങ്ങളാ അംശമാണ്. അപ്പുറത്തൊരു കിണർ വെട്ടുമ്പോ അത് ഇപ്പം പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം അതിൽ കാണുന്നു. ഇത്രയും താഴ്ന്നു ചെല്ലും തോറും വെള്ളമില്ല, കിട്ടുന്നതാണ് ഓടിന്റെ അംശം. മറ്റൊന്ന് പറയാൻ കാര്യം, ഇപ്പോൾ ഈ വവ്വാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ഇതിന്റെ ചരിത്രങ്ങളും പിന്നെ ഇവിടുത്തെ അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ പലതവണ വാർത്ത അയച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും ഇവിടെ എത്തുമ്പോൾ പല വിശ്വാസങ്ങളും പറയുന്നുണ്ട് അവരുടെ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്നു. അവര് വന്ന് ഈ ഭഗവാന്റെ മണ്ണിൽ ചവിട്ടുമ്പോ അവര് തന്നെ പറയാണ് അവരൊക്കെ ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടാവും. ക്യാമറമാൻ പ്രേംജിത്ത് കല്ലുവാതുക്കലിനൊപ്പം രജിത് കാര്യത്തിൽ, വീസ് ഫാനോസ്.